Disclaimer. The content on Market Waves is for educational purposes only and should not be considered financial advice. I am not a licensed financial advisor. All trading decisions involve risk, and you should consult with a qualified professional. Hi traders, welcome back to Market Waves. Nifty and Bank Nifty എന്നിവയുടെ വീക്ക്ലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ 2024 എന്ന പുതുവർഷത്തിന്റെ ആദ്യത്തെ ആഴ്ച നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. പ്രതീക്ഷിച്ച പോലെ പുതിയ ഉയരം രേഖപ്പെടുത്തിയെങ്കിലും അതേ ഉയരം ഹോൾഡ് ചെയ്യാൻ കഴിയാതെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എല്ലാ ഇൻഡെക്സുകളും പതിയെ താഴോട്ട് ഒന്ന് വരുന്ന ടെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. അപ്പോൾ 2024 ആദ്യ ആഴ്ചയെ ആദ്യ വാരത്തെ വ്യാപാരം എങ്ങനെ നടന്നു, നമ്മുടെ സൂചികൾ എങ്ങനെ മൂവ് ചെയ്തു എന്നതിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അതിനു മുമ്പ് തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അനലൈസ് ചെയ്ത പ്രകാരമാണോ, അതിനനുസരിച്ച് എന്ത് ട്രേഡാണ് നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കാം. ആദ്യമായി നമ്മൾക്ക് നിഫ്റ്റി തന്നെ പരിശോധിക്കാം. അതിനിടയിൽ ചെറിയ ഒരു കാര്യം ഓർമ്മിപ്പിച്ചോളട്ടെ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ സന്ദർശിക്കുന്നത് എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസും ഷെയറിങ്ങും കമൻസും അതൊക്കെയാണ് ഈ വീഡിയോകൾ ചെയ്യുന്നതിനുള്ള എനിക്കുള്ള പ്രോത്സാഹനം. അതുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്, മടിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നിഫ്റ്റിയിലോട്ട് പോകാം. നിഫ്റ്റി ഈ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഡേ ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ ഒരു ഡോജി ക്യാൻഡിലാണ്. നമ്മൾ വീക്കിലിയിലോട്ട് എത്തുമ്പോൾ വീക്കിലി ക്യാൻഡിൽ അതും നമ്മളെ ഒരു ഡോജി ക്യാൻഡിൽ തന്നാണ്. സംശയമാണ്, എന്നാൽ ലോവർ ഷാഡോയാണ് കൂടുതലുള്ളത്. അപ്പർ സൈഡ് വീക്ക് അല്പം കുറവാണ്. റെഡ് കളറാണ് ബോഡി ക്ലോസിങ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ അപേക്ഷിച്ച് ചെറിയ പോയിന്റുകൾക്ക് താഴെയാണ് ഈ ആഴ്ചയും നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അടുത്ത ആഴ്ചയിലേക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കും എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മളുടെ പ്ലാന് ട്രേഡ് എങ്ങനെയായിരിക്കണം, മൂവ്മെന്റ് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ ട്രേഡിംഗ് എന്ന് നമ്മളൊന്ന് പ്ലാൻ ചെയ്തിരുന്നു. ഈ ആഴ്ച നിഫ്റ്റി മൂവ് ചെയ്തപ്പോൾ നമ്മൾ മുൻപേ തയ്യാറാക്കിയ ട്രേഡിംഗ് പ്ലാൻ ഏതെങ്കിലും തരത്തിൽ പ്രയോജനകരമായിരുന്നോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിയിലാണ് ഞാൻ അന്ന് എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്തിരുന്നത്. സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല് ആയിട്ട് 21,763 എന്ന ലെവലിലുള്ള ഗ്രീൻ ലൈൻ കണക്കാക്കിയിരുന്നു. സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവലിൽ 21,676 എന്ന റെഡ് ലെവലും. അതിനിടയിൽ 728, 691 എന്ന ലെവലിലുള്ള രണ്ട് ലൈനുകൾ രേഖപ്പെടുത്തിയിരുന്നു. അവ ആ ഏരിയക്കിടയിൽ പ്രൈസ് ഓപ്പൺ ആവുകയാണെങ്കിൽ, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഞാൻ ഈ രേഖപ്പെടുത്തുന്ന ലൈനുകൾക്കിടയിൽ, ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ അഥവാ ഗ്രീൻ ആൻഡ് റെഡ് ലൈനുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഓപ്പണിങ്ങിനെ പൊതുവെ ഞാൻ കണക്കാക്കുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്നാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തിങ്കളാഴ്ച മാർക്കറ്റ് തരുന്നതെങ്കിൽ അവിടുന്ന് ചെറിയ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു 5-15 മിനിറ്റിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്സൈഡ് മൂവ്മെന്റ് ആണ് പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നതെങ്കിൽ, അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ തന്നല്ലോ പ്രധാനമായും ഈ റെഡ് ലൈൻ രേഖപ്പെടുത്തിയ 21,676 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുമെന്നും, ആദ്യമേ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 21,763 ലെവൽ എന്ന ഗ്രീൻ ലൈൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ലെവലാണ് ഫസ്റ്റിലത്തെ ടാർഗറ്റ് എന്നും ആണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്വേർഡ് ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് നിഫ്റ്റി തരുന്നതെങ്കിൽ. അഥവാ മറിച്ചാണെങ്കിൽ ഗ്രീൻ ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ഫസ്റ്റിലെ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ബ്രേക്ക് ചെയ്യേണ്ട പോയിന്റ് എന്ന നിലയ്ക്കാണ് 21,676 എന്ന റെഡ് ലൈൻ ആണെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ നിഫ്റ്റി ഈ ആഴ്ച, കടന്നുപോയ ആഴ്ച തിങ്കളാഴ്ച ഓപ്പൺ ആയപ്പോൾ എങ്ങനെയാണ് ഓപ്പൺ ചെയ്തു വന്നത്, എന്തായിരുന്നു നമ്മുടെ മൂവ്മെന്റുകൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം.
പോയ വെള്ളിയാഴ്ച, അതായത് 2023 വെള്ളിയാഴ്ച, ലാസ്റ്റ് വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ആയത് ഈ ലെവലിലായിരുന്നു. ഈ ഗ്രീൻ ഗ്രാൻഡിലാണ് ക്ലോസ് ആയത്. മണ്ടയിൽ ഓപ്പൺ ചെയ്തത് തന്നെ ഈ ലെവലിലായിരുന്നു. 21,728 എന്ന ലെവലിൽ ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് തന്നെ ആദ്യത്തെ 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ താഴെ ഏരിയയിൽ രേഖപ്പെടുത്തിയിരുന്ന 21,690 എന്ന ലെവല് ബ്ലാക്ക് ലൈൻ ടെസ്റ്റ് ചെയ്തു. അവിടെ നിന്നും ചെറിയ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ ആണ് നൽകുന്നത് എങ്കിൽ അതുവരെ തന്നല്ലോ. അപ്പോൾ നമുക്ക് പരിശോധിക്കുമ്പോൾ ഇവിടെ മനസ്സിലാകും തന്നിരുന്നത് ഒരു അപ്വേർഡ് ഡയറക്ഷൻ ആണ്. ലോവർ സൈഡിൽ നിന്നും അപ്പർ സൈഡിലോട്ട്, ഈ ബ്ലാക്ക് ഏറിയയിൽ നിന്നും അപ്പർ സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലായപ്പോൾ ഒരു BTST ട്രേഡ് ചെയ്യാൻ വിചാരിച്ചിരുന്ന ഒരാൾക്ക് 21,695 എന്ന ലെവലിൽ നിൽക്കുമ്പോൾ 21,700 650 ഒരു കോള്, ഇനി 21,700 കോളോ 750 കോളോ എടുത്ത് അല്പം OTM ആയിട്ടുള്ള കോളും എടുത്ത് ഒരു പൊസിഷണൽ ട്രേഡ് ചെയ്യാം എന്ന് കരുതിയ ആൾക്ക് ഈ ഏരിയയിൽ നിന്നും ഒരു ബൈ എടുത്ത് ലോവർ സൈഡ് അതുവരെ നൽകിയല്ലോ ഓർ പ്രധാനമായും 21,676 എന്ന റെഡ് ലൈനിൽ രേഖപ്പെടുത്തിയ സ്റ്റോപ്പ് ലോസ് കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യുകയായിരുന്നുവെങ്കിൽ ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഗ്രീൻ ലൈൻ തന്നെ 21,763 എന്ന ലെവലെന്നും തുടർന്ന് അപ്വേർഡ് പോകുമ്പോൾ ലഭിക്കേണ്ടത് അതുവരെ രേഖപ്പെടുത്തിയിരുന്ന എവർ ടൈം ഹൈ ആയ 21,801 ലെവലെന്നും ആ ലൈനെ ബേസിച്ച ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ അപ്വേർഡ് നിൽക്കുകയാണെങ്കിൽ ആദ്യമായി ലഭിച്ചേക്കാമെന്ന് കരുതിയ ടാർഗറ്റ് 21,834 കൃത്യമായി നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഏരിയകളിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ, ഇത്രയും ഏരിയകളിൽ ടാർഗറ്റ് എത്തുമ്പോൾ BTST ആണെങ്കിലും അഥവാ നമ്മളൊരു വലിയ ടാർഗറ്റ് ലെവലുകൾ അച്ചീവ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ടാർഗറ്റ് കവർ ചെയ്ത് വീണ്ടും റീ എൻറ്റർ ചെയ്യണം. അങ്ങനെയാണ് ട്രേഡിൽ പോകേണ്ടത്. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ രേഖപ്പെടുത്തുമ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, പുതിയ ഉയരത്തിന് മുകളിൽ ഒരു 1 ഡേ ഒരു 1 അവർ ക്യാൻഡിലെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു 1 അവർ ക്യാൻഡിലെങ്കിലും ക്ലോസ് ചെയ്താൽ മാത്രം ആണ് തുടർന്ന് അങ്ങനെ ടാർഗറ്റ് കവർ ചെയ്ത് വീണ്ടും 20,728 763 എന്നീ ഏരിയകളിൽ എത്തി ഒരു കറക്ഷൻ തന്ന്, ചെറിയൊരു കറക്ഷൻ തന്ന് അവിടുന്ന് വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ അതുവരെ നൽകിയല്ലോ അഥവാ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലൈനായി രേഖപ്പെടുത്തിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ ലൈനുകളെല്ലാം ഓരോ സപ്പോർട്ട് ലൈനുകൾ തന്നെയാണ്. സപ്പോർട്ട് ലൈനുകളാണ് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ ടാർഗറ്റായി പ്രതീക്ഷിക്കുന്നത്. അതുപോലെ റെസിസ്റ്റൻസ് ഏരിയകളാണ് ബൈ ചെയ്യുമ്പോൾ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ നിന്നും എൻ്റർ ചെയ്യുമ്പോൾ 21,763 728 എന്ന ഏരിയകളിൽ നിന്നും ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണിക്കുകയാണെങ്കിൽ അതുവരെ നൽകിയല്ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലൈൻ സ്റ്റോപ്പ് ലോസ് നൽകിക്കൊണ്ട് വീണ്ടും അപ്വേർഡ് ഡയറക്ഷണൽ ട്രേഡ് ചെയ്യും എന്നുമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ തിങ്കളാഴ്ച മൂവ് ചെയ്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് പിറ്റേ ദിവസം വളരെ മൂവ്മെന്റ്, ചൊവ്വാഴ്ചയിലൂടെ വളരെ വേഗത്തിൽ അപ്വേർഡ് മൂവ് ചെയ്ത് പുതിയ ഉയരവും പുതിയ ഒരു ഹിസ്റ്റോറിക്കൽ ഹൈ രേഖപ്പെടുത്തിക്കൊണ്ട് 21,834 എന്ന പുതിയ ഉയരവും രേഖപ്പെടുത്തിയതിനു ശേഷം വളരെ പെട്ടെന്ന് അന്ന് ഈവനിങ്ങിലേക്ക് വളരെ പെട്ടെന്ന് 2 ക്യാൻഡിലുകൾ കൊണ്ട് തന്നെ 15 മിനിറ്റിന്റെ 2 ക്യാൻഡിലുകൾ കൊണ്ട് തന്നെ എവിടെ ആഴ്ച തുടങ്ങിയോ ആ ഏരിയയിൽ തന്നെ അവസാനിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നും ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ട്രേഡിനെ ഹോൾഡ് ചെയ്യുകയോ അഥവാ പുതിയ ടാർഗറ്റുകൾ ലഭിക്കുമ്പോൾ അവിടെ ഏരിയ പുതിയ ഉയരങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ട്രേഡിങ്ങിന്റെ ടാർഗറ്റ് കവർ ചെയ്ത് വീണ്ടും റീ എൻറ്റർ ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവർക്ക് സാമാന്യം നല്ല ലാഭം നൽകിയിട്ടുണ്ട്. 21,700 ലെവലിൽ നിന്നും 834 ലെവൽ വരെ മാർക്കറ്റ് അപ്വേർഡ് മൂവ്മെന്റ് തന്നു. 134 പോയിന്റിന്റെ അപ്വേർഡ് മൂവ്മെന്റ്, ഒരു 60-70 പോയിന്റിന്റെ എങ്കിലും ടാർഗറ്റ് ഒരു ഓപ്ഷൻ ATM ഓപ്ഷൻ എങ്കിലും വാങ്ങിയ ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഈ തരത്തിലൊരു വലിയ ഫാള് ലഭിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഓപ്പൺ ചെയ്ത് അപ്വേർഡ് ആണെങ്കിലും അവിടുന്ന് പ്രൈസ് ആക്ഷൻ പ്രകാരം ഡൗൺവേർഡ് ഇവിടെ എൻ്റെ പ്രതീക്ഷയിൽ നിന്നും 21,763 728 എന്ന ഏരിയക്കുള്ളിൽ ഒരു ഡിക്ലൈൻ തന്ന് അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ റീജോയിൻ ചെയ്യുമായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ നേരെ താഴെ തന്നെ 690 എന്ന ലെവലിൽ തന്നെ ബ്രേക്ക് ചെയ്താണ് തലേദിവസം ക്ലോസ് ആയത്. പിറ്റേ ദിവസം ഓപ്പൺ ആയതിനു ശേഷവും നമ്മൾ സ്റ്റോപ്പ് ലോസ് ലെവലായി രേഖപ്പെടുത്തുന്ന 21,763 എന്ന ലൈൻ ടെസ്റ്റ് ചെയ്യാനോ എന്ന ഏരിയ ടെസ്റ്റ് ചെയ്യാനോ അതിന് മുകളിൽ ക്ലോസ് ചെയ്യാനോ പ്രൈസിന് കഴിയാതെ
ചെറിയ ടൈം ഫ്രെയിമുകളിൽ ഒരു ഡിക്ലൈൻ ആണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്നും തീർച്ചയായും ഗ്രീൻ ലൈൻ 20763 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തിരുന്ന ഏതൊരാൾക്കും നമ്മുടെ റെഡ് ലൈൻ ആദ്യത്തെ ടാർഗറ്റ്, അതിനുശേഷം വീണ്ടും ചേർത്തിരുന്ന 600 എന്ന ലെവൽ, ആ ഏരിയയിൽ ടാർഗറ്റ് കവർ ചെയ്ത് വീണ്ടും ഒരു റിവേഴ്സൽ വരുമ്പോൾ ഇതേ ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് ഫോർ, അതും ഞാൻ രേഖപ്പെടുത്തിയിരുന്നു, സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ഏരിയയിലോട്ട് ഡൗൺവേർഡ് വന്നാൽ പ്രൈസ് വീണ്ടും തിരിച്ച് സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ഏരിയയിലോട്ട് തിരിച്ചു വന്നേക്കാം. അവിടെ നിന്നും വീണ്ടും ചെറിയ ടൈം ഫ്രെയിമുകളിൽ ഒരു തരുന്ന ഡയറക്ഷനിലോട്ട്, അതായത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്ത് അതുവരെ നൽകിയ ഉയരം പുതിയ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എൻ്റെ പ്ലാൻ അങ്ങനെയായിരുന്നു. അത്തരത്തിൽ ട്രേഡ് ചെയ്ത ഒരാൾക്ക് വീണ്ടും നല്ല ടാർഗറ്റുകൾ ലഭിച്ചു. 21500 ലെവൽ ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് വീണ്ടും അപ്വേർഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ആഴ്ചയിലേക്ക്, 2024 രണ്ടാമത്തെ ആഴ്ചയിലേക്ക്, ജനുവരി സെക്കൻഡ് വീക്കിലേക്ക് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ലായിട്ട് ഞാൻ 21755 എന്ന ലെവൽ ഗ്രീൻ ലൈൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ടാഗ് ചെയ്തിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന്. അതുപോലെ തന്നെ ഈ ഏരിയ, ഈ ബ്ലാക്ക് ലൈനുകൾക്കിടയിലുള്ള ഏരിയ 20730, 640 എന്ന ഏരിയ ഞാൻ ഒരു ട്രേഡിൽ, അത് ബൈ ആയാലും സെല്ലായാലും എൻ്റർ ആവാനുള്ള ഏരിയ ആയിട്ട്, ഒരു ഫ്ലാറ്റ് ഏരിയ, ആ ഏരിയയിൽ നമ്മളുടെ ആക്ഷൻ ഓഫ് ട്രേഡ്, അത് ഏതർ ബൈ വേണോ സെല്ല് വേണോ എന്നുള്ളത് നിശ്ചയിക്കുന്ന ഒരു ഏരിയ, അതാണ് അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബൈ ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അതിനുള്ള സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ആയി ഞാൻ 20625 എന്ന ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് റെഡ് ലൈനാണ്, അവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച, അതായത് 8-ാം തീയതി, നാളെ മാർക്കറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ, അതായത് ആദ്യത്തെ ഒരു 1 അവറിനുള്ള 1.5 മണിക്കൂറിനുള്ളിൽ ഇടയിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ തരുന്ന ഡയറക്ഷൻ, പ്രൈസ് ആക്ഷൻ പ്രകാരം തരുന്ന ഡയറക്ഷൻ അപ്വേർഡ് ആണെങ്കിൽ അതുവരെ തന്നല്ലോ പ്രധാനമായും 20625 എന്ന ലെവൽ കണക്കാക്കിക്കൊണ്ട് ഞാൻ അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കും. അപ്പോൾ പ്രധാനമായും കണക്കാക്കുന്ന ടാർഗറ്റ് 20755 ആണ്. 20730 ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരിക്കും എങ്കിലും ടാർഗറ്റ് കവർ ചെയ്യാതിരിക്കാം എങ്കിലും 20755 എന്ന ലെവൽ കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാം. തുടർന്ന് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ 21792, 835 എന്നിങ്ങനെയാണ്. നമ്മളുടെ ഇതുവരെ രേഖപ്പെടുത്തിയ എവർ ടൈം ഹൈക്ക് മുകളിൽ പ്രൈസ് കടക്കുകയും അത് ടെസ്റ്റ് ചെയ്യുകയും അത് ക്രോസ് ചെയ്ത് അതിന് മുകളിൽ ഒരു 15 മിനിറ്റ് 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുകയും ചെയ്യുകയാണെങ്കിൽ ഫർദർ ഡിക്ലൈനിൽ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫർദർ വീണ്ടും ഒരു ചെറിയ കറക്ഷൻ തരുമ്പോൾ ഈ ഏരിയക്കിടയിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഒരു റിവേഴ്സൽ തരികയാണെങ്കിൽ വീണ്ടും അതുവരെ തരുന്ന ലോ അതിന്റെ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലൈൻ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യും. ഒരു 1 ഡേ ക്യാൻഡിലെങ്കിലും ഈ പുതിയ ഉയരത്തിന് മുകളിൽ ക്ലോസ് ചെയ്യുന്ന പക്ഷം തീർച്ചയായും 21873, 904, 20942, 976 എന്ന ലെവലുകളിലേക്ക് ഞാൻ ടാർഗറ്റ് പ്രതീക്ഷിക്കും. എന്നാൽ തിങ്കളാഴ്ച ഓപ്പൺ ആയി വരുമ്പോൾ മാർക്കറ്റ് ഇവിടെ ഈ ഏരിയയിൽ ഒരു സെല്ലിംഗ് പാറ്റേൺ ആണ് ആദ്യത്തെ 1 മണിക്കൂറിനിടയിലുള്ള ചെറിയ ടൈം ഫ്രെയിമുകൾ സൂചിപ്പിക്കുന്നതെങ്കിൽ, പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെയാണ് ഒരു ഇൻഡിക്കേഷൻ നൽകുന്നത് എങ്കിൽ, ഞാൻ അതുവരെ തന്ന ഉയരം പ്രധാനമായും ഈ ലെവൽ, ഗ്രീൻ ലൈനിലുള്ള ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് 20755 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോഴും ഞാൻ ആദ്യമായി പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഡൗൺവേർഡ് കിട്ടൂ എന്ന് ഞാൻ കരുതുന്നത് 20625 ആണ്. ആ 625 എന്ന ലെവലായിരിക്കും ഞാൻ ഒന്നാമത്തെ ടാർഗറ്റായി കണക്കാക്കുക. അങ്ങനെ അത് ബ്രേക്ക് ചെയ്ത് അതിനിടയിൽ ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ആകുന്ന പക്ഷം, ഈ ലെവലിന് അടിയിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്ന പക്ഷം ഞാൻ തുടർന്ന് ഡൗൺവേർഡ് രേഖപ്പെടുത്തി ഓരോരോ ടാർഗറ്റുകളായി പ്രതീക്ഷിക്കും. 20604, 572, 530 എന്ന ലെവലുകളാണ്. എങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ രേഖപ്പെടുത്തിയ 20500 എന്ന ലെവലിൽ താഴെ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേയില്ല.
അങ്ങനെ പ്രതീക്ഷിച്ചാൽ മാത്രമേ, അങ്ങനെ സംഭവിച്ചാൽ, ഒരു വേള അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാത്രമാണ് തുടർന്ന് താഴോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന 24,642, 24,462, 418, 370 എന്ന ലെവലിലുള്ള 370 എന്ന ലെവലിലുള്ള ടാർഗറ്റുകൾ പ്രതീക്ഷിക്കാനുള്ള സാഹചര്യമുള്ളൂ. എന്നാൽ ഈ ഏരിയകളിൽ നിന്നെല്ലാം ഇവിടെ മാർക്കറ്റ് തന്നതുപോലെ ഓരോ ടാർഗറ്റുകൾ കവർ ചെയ്ത് വീണ്ടും റിവേഴ്സ് വരുമ്പോൾ അതേ ഡയറക്ഷനിലോട്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഈ ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എങ്കിലും ഒന്നും കൂടി വിശദീകരിക്കാം. ഈ ബ്ലാക്ക് ലൈനുകൾക്ക് 24,730, 642 എന്ന ബ്ലാക്ക് ലൈൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏരിയകൾക്കിടയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ പ്രൈസ് ഉള്ളതെങ്കിൽ അവിടെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ തരുന്ന ഒരു ഡയറക്ഷൻ, പ്രൈസ് ആക്ഷൻ പ്രകാരം തരുന്ന ഒരു ഡയറക്ഷൻ ബൈ ആണ് എങ്കിൽ, അപ്വേർഡ് മൂവ്മെന്റ് എന്നുള്ള സൂചനയാണ് എങ്കിൽ, ഞാൻ അതുവരെ തന്നല്ലോ പ്രധാനമായും 24,625 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അഥവാ ആ ഏരിയയിൽ നിന്നും ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്നത് എങ്കിൽ അതുവരെ തന്ന ഉയരം 24,755 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. ടാർഗറ്റുകൾ ഞാൻ യഥാവിധി ഇവിടെ രേഖപ്പെടുത്തിയതുപോലെ തന്നെയാണ്. നിങ്ങൾ താല്പര്യമുള്ളവർ തീർച്ചയായും അത് രേഖപ്പെടുത്തുക, നിങ്ങളുടെ ചാർട്ട് എടുത്ത് അതിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്ലാനിങ്ങിനനുസരിച്ച് നിങ്ങളെ ഇത് പ്ലാൻ ചെയ്യാൻ, നിങ്ങളുടെ ട്രേഡ് ഒന്ന് പ്ലാൻ ചെയ്യാൻ സഹായകമാകുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറെ സന്തോഷം. ഒപ്പം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് ഗുണകരമാകുന്നു ചാനൽ, എൻ്റെ ഈ വീഡിയോസ് എങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എനിക്ക് ഏറെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് അവ രേഖപ്പെടുത്താനുള്ള സന്മനസ്സും കാണിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അടുത്തതായി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കാം. വീക്ക്ലി ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ലോവർ സൈഡിൽ ലോങ് വിക്കുള്ള, കമ്പാരിറ്റീവ്ലി അപ്പർ സൈഡിൽ ചെറിയ വിക്കുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതും ഒരു ബുള്ളിഷ് മൂവ്മെന്റിനെ തന്നെ, ഒരു ബുള്ളിഷ് സെന്റിമെന്റ് തന്നെയാണ് മാർക്കറ്റിൽ ഉള്ളത് എന്ന ഒരു ഇൻഡിക്കേഷനാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ, ഈ ആഴ്ചയിലെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി വീക്കിൽ എന്തായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്ന മൂവ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ വർക്ക് ചെയ്തു, നമ്മൾക്ക് ട്രേഡ് ചെയ്യാൻ എങ്ങനെ സാധിച്ചു എന്നൊന്ന് നോക്കാം. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന ലെവലിൽ രേഖപ്പെടുത്തിയിരുന്നത്, ഇവിടെ ഗ്രീൻ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 48,387 എന്ന ലെവലായിരുന്നു. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ ആയി രേഖപ്പെടുത്തിയിരുന്നത് 48,089 എന്ന ലെവലായിരുന്നു. അത് റെഡ് കളറിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതിനിടയിൽ രണ്ട് ബ്ലാക്ക് ലൈനുകൾ 48,126, 48,321 എന്ന ലെവലിൽ രണ്ട് ബ്ലാക്ക് ലൈനുകളും രേഖപ്പെടുത്തിയിരുന്നു. ഞാൻ പറഞ്ഞിരുന്നത് ഈ ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകി ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ തരുന്നുവെങ്കിൽ അതുവരെ തന്ന ലോ പ്രധാനമായും 48,089 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുമെന്നും, മറിച്ച് 48,321 ലെവലിൽ നിന്നും ആ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം പ്രധാനമായും 48,387 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും എന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പണായി വന്നപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്, നമ്മൾക്ക് എന്ത് ട്രേഡിംഗ് ചാൻസുകൾ ലഭിച്ചു എന്നും നോക്കാം. 15 മിനിറ്റിന്റെ ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ ക്യാൻഡിൽ ഈ ലെവലായിരുന്നു, ഇവിടെയായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരുന്നത്. മാർക്കറ്റ് ഏകദേശം 48,200 ലെവലിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം 15 മിനിറ്റിൽ തന്നെ അപ്വേർഡും ഡൗൺവേർഡും പോയി എങ്കിലും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് മൂവ്മെന്റ് ആണ് ലഭിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾക്ക് ഈ ഏരിയയിൽ നിന്നും ഒരു കോൾ ഓപ്ഷൻ വാങ്ങി അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാമായിരുന്നു.
ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രധാന ടാർഗറ്റ് ഈ ഗ്രീൻ ലൈൻ ആണ്. അത് ബ്രേക്ക് ചെയ്ത് അപ്പർ സൈഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് തുടർന്ന് വരുന്ന ഒരു ഡിക്ലൈനിൽ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ അതുവരെ നൽകുന്ന ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് തുടരാൻ പറ്റൂ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഫസ്റ്റ് ടാർഗറ്റ് ലഭിച്ചു. എന്നാൽ തുടർന്ന് തന്ന ഡിക്ലൈൻ 15 മിനിറ്റിലുള്ള 2 ക്യാൻഡിലുകൾ കൊണ്ട് തന്നെ, അതായത് അരമണിക്കൂറിനുള്ളിൽ തന്നെ ആ ഡിക്ലൈൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവൽ ബ്രേക്ക് ചെയ്തിരുന്നു. അങ്ങനെയാണ് അന്ന് മാർക്കറ്റ് ക്ലോസ് ആയത്. തിങ്കളാഴ്ച ദിവസം മാർക്കറ്റ് ക്ലോസ് ആവുന്നത് ഈ ലെവലിലായിരുന്നു, അതായത് 48,059 ലെവലിൽ. വീണ്ടും പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആയെങ്കിലും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ ഡിക്ലൈൻ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് അതുവരെ നൽകിയ ഉയരം സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്തപ്പോൾ താഴോട്ട് രേഖപ്പെടുത്തിയിരുന്ന ടാർഗറ്റുകൾ 3 ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ഏരിയയിൽ നിന്നും സെല് ചെയ്ത ഒരാൾക്ക് 48,170 അഥവാ 48,000 താഴെയെങ്കിലും സെല്ലിൽ ജോയിൻ ചെയ്ത ഒരാൾക്ക് 48,494 ലെവൽ വരെയുള്ള ഡിക്ലൈൻ, ഏകദേശം 500 പോയിന്റിന്റെ ഡിക്ലൈൻ വളരെ പെട്ടെന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകി അപ്വേർഡ് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈക്ക് രേഖപ്പെടുത്തിയിരുന്ന 48,089 എന്ന ലെവലിൽ തന്നെയാണ്. അപ്പോൾ ഈ ആഴ്ചത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി നെക്സ്റ്റ് വീക്കിലേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാന് ഞാനൊന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങളുമായി ഒന്ന് വിശദീകരിക്കുക. ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്: 48,391 ലെവൽ സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല്, അതുപോലെ തന്നെ 47,550 ലെവൽ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ. ഇതിനിടയിൽ 2 ബ്ലാക്ക് ലൈനുകൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 47,720 48,295 ലെവലുമാണ്. അല്പം നല്ല റേഞ്ചാണ്. മാർക്കറ്റ് അല്പം വോളറ്റൈൽ ആയതുകൊണ്ട് അല്പം റേഞ്ചിൽ തന്നെ പ്രൈസ് മൂവ്മെന്റുകളും ആ പാറ്റേണുകളും വരികയുള്ളൂ. ആ ഏരിയകൾ അങ്ങനെയായിരിക്കും. അതുകൊണ്ട് ആണ് ഇത്രയും ദൂരത്തിൽ ഈ സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല്, സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ഏരിയകൾ രേഖപ്പെടുത്തേണ്ടി വന്നത്. ഇതിനിടയിലുള്ള മൂവ്മെന്റിനെ ഒന്നും ഞാൻ അത്ര കണ്ട് ട്രേഡിനായി ഉപയോഗിക്കാറില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ബ്ലാക്ക് ലൈനുകൾക്ക് അടുത്ത് വന്ന് അവിടുന്ന് ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ കാണിക്കുന്ന ഡയറക്ഷൻ, അത് മാത്രമാണ് ഒരു ട്രേഡിന് എൻട്രി ആയി ഞാൻ പരിഗണിക്കാറുള്ളൂ. ആ പ്രകാരത്തിൽ ഒരു ബൈ എൻട്രി ലഭിക്കേണ്ടി വരുമ്പോൾ ഈ ഏരിയയിൽ നിന്നാണ് തരുന്നതെങ്കിൽ 47,719 എന്ന ഏരിയയ്ക്ക് അടുക്കാമെന്നും ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് മൂവ് ചെയ്യുന്ന ഒരു സന്ദർഭം വന്നാൽ അതുവരെ നൽകിയല്ലോ, അഥവാ 47,553 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകും. അതല്ല, ഇവിടെ നിന്നും ഈ ഏരിയയിൽ നിന്നുമാണ് ഓപ്പൺ ചെയ്യുന്നത്, അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ അതുവരെ നൽകിയ ലോ മാത്രമായിരിക്കും സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കുക. ആ ലോ ബ്രേക്ക് ചെയ്യുന്ന പക്ഷം താഴോട്ട് വന്ന ഈ ഏരിയയിൽ നിന്നും കറക്റ്റ് എന്ത് ചെയ്യുന്നു പ്രൈസ് എന്ന് നോക്കി മാത്രമേ ഒരു ട്രേഡിൽ എൻ്റർ ആകുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് അടുത്ത ആഴ്ചയിൽ മാർക്കറ്റ് അപ്വേർഡ് സഞ്ചരിക്കുമോ എന്ന് പറഞ്ഞാൽ പുതിയ ഉയരങ്ങൾ തരുമോ, അതോ കഴിഞ്ഞ ആഴ്ചയിൽ രേഖപ്പെടുത്തിയ അതിനേക്കാളും താഴോട്ട് പുതിയ ലോകൾ തരുമോ, പുതിയ താഴ്ചകൾ തരുമോ എന്ന് ഞാൻ നിശ്ചയിക്കുന്നത് ഈ 2 പോയിന്റുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. 48,399 എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് അപ്വേർഡ് പ്രൈസ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഒരു കാമണിക്കൂർ 1 മണിക്കൂറിന്റെ ക്യാൻഡിലുകൾ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ഞാൻ ലക്ഷ്യം വെക്കുക പ്രധാനമായും പുതിയ ഇതുവരെ നൽകിയിട്ടുള്ള നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഹൈ ആയ ടാർഗറ്റ്, അതായിരിക്കും ടാർഗറ്റ്. 48,636 ലെവൽ ആയിരിക്കാം ടാർഗറ്റ്. ഗ്രീൻ ലൈന് ക്ലോസ് ചെയ്ത് ഒരു 1 അവർ ക്യാൻഡിൽ അപ്വേർഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഉടനെ കിട്ടുന്ന ചെറിയ ഡിക്ലൈനിൽ അതുവരെ നൽകിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുമ്പോൾ 48,636 എന്ന ഇതുവരെ നൽകിയ എവർ ടൈം ഹൈ ആണ് ഞാൻ ടാർഗറ്റായി പ്രതീക്ഷിക്കുക. അതിനു മുകളിൽ ഒരു 1 അവർ ക്യാൻഡിൽ ഒരു 1 ഡേ ക്ലോസിംഗ് ആണ് തുടർന്നുള്ള അപ്വേർഡ് ഡയറക്ഷനിലുള്ള ടാർഗറ്റുകൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അപ്വേർഡ് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. അത് 48,636 മുകളിൽ കടന്നാൽ 48,717, 48,825, 49,090 എന്ന ലെവലുകളിലേക്ക് പ്രൈസ് മൂവ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ഇനി ഡൗൺവേർഡ് ആണ് മാർക്കറ്റ് സഞ്ചരിക്കുന്നതെങ്കിൽ അതായത് 47,553 എന്ന ലെവലിന് താഴെ ഒരു 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ മാർക്കറ്റ് ഡൗൺവേർഡ് സഞ്ചരിക്കും. ഡിക്ലൈൻ ആണ് ഈ ആഴ്ചയിലും ലഭിക്കാൻ പോകുന്നത് എന്ന ഒരു സന്ദേശമാണ് ഞാൻ എടുക്കുക. അങ്ങനെയെങ്കിൽ താഴോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ 47,191, 46,813, 46,636 എന്ന ലെവലുകളാണ്. ഈ 46,636 എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് പ്രൈസ് ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ് തുടർന്ന് താഴോട്ടുള്ള ടാർഗറ്റുകൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഈ 46,636 എന്ന ലെവലൊക്കെ പരമാവധി ആയിരിക്കാം ഡിക്ലൈന്, അഥവാ അതിൽ കൂടുതൽ വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല സെല്ലിങ്ങും തുടർന്ന് മറ്റുള്ള ഇൻഡെക്സുകളിലും നല്ല സെല്ലിങ്ങിനുള്ള സാധ്യതയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി പറയാം, ഈ ബ്ലാക്ക് ലൈനുകൾക്കിടയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്ന ഡയറക്ഷൻ അപ്വേർഡെങ്കിൽ അതുവരെ നൽകിയ ലോ പ്രധാനമായും 47,553 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഞാൻ അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ ഇവിടെ രേഖപ്പെടുത്തിയതുപോലെയാണ്. അതിനു പകരം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട്, പ്രധാനമായും ഈ ഗ്രീൻ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളും ഈ പറഞ്ഞ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 47,191, 46,713, 46,636 എന്നിങ്ങനെയാണ്. അപ്പോൾ അടുത്ത ആഴ്ചയിലും നല്ല മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സിലും ലഭിക്കട്ടെ, എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത ആഴ്ചയിൽ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.